പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് പാർവതി. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ വാഴക്കോട് നിന്നും. ഇതെൻ്റെ മോളുടെ മകൻ. എനിക്കൊരു രോഗസൗഖ്യം ലഭിച്ചതിനെ തുടർന്ന് പറയാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സോറിയാസിസ് പറഞ്ഞ അസുഖം 8 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്നതാണ്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, അവിടെ ഒന്നും രക്ഷ കിട്ടിയില്ല. ലാസ്റ്റ് മെഡിക്കൽ കോളേജ് ആസ്പത്രിയിൽ പോയി അത്താണി. അവർ 2 കൊല്ലം ചികിത്സിച്ചു. എൻ്റെ ശരീരം മൊത്തം ചൊറിച്ചിലും വൃണ്ണങ്ങളായിട്ട്, തലയിൽ മീൻ്റെ ചെതമ്പൽ പോലെ, കാലിൻ്റെ അടി വിണ്ട് പൊട്ടി നിലത്ത് വയ്ക്കാൻ പറ്റാതെ ഞാനൊരു 4 മാസം വരെ ഞാൻ കിടപ്പായി. അങ്ങനെ എൻ്റെ 2 കൈ ഇങ്ങനെ കൂടി ചുരുണ്ടു, നിവർന്നായിരുന്നില്ല. ഒരുപാട് മരുന്ന് കഴിച്ചു. അങ്ങനെ വിഷമത്തിലിരിക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ വന്നിട്ട് കൃപാസനത്തിനെ പറ്റി പറഞ്ഞത്. അങ്ങനെ 2 പ്രാവശ്യം ആ ചേട്ടൻ, ഒരു പ്രാവശ്യം വന്ന് പറഞ്ഞ എന്നോട് മാതാവ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നേ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, 2 നേരം ഞങ്ങൾ കുളിച്ച് വിളക്ക് വയ്ക്കും. ഞാനൊരു ഹിന്ദുവാണ്, 2 നേരം ഞാൻ കുളിച്ച് വിളക്ക് വയ്ക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല പറഞ്ഞു. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ചേട്ടൻ വന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. പോകുമ്പോൾ എനിക്കൊരു പത്രം തന്നു എൻ്റെ കയ്യിൽ. ആ പത്രം ആൾ പോയി, ആ പത്രം ഒരു 3 പ്രാവശ്യം വായിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നി, ഞാൻ ആ ചേട്ടനെ വിളിച്ചു, ഞാൻ വരുന്നുണ്ട് കൃപാസനത്തിലേക്ക് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ വന്ന് എന്നെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നു എന്നല്ല, ആ ചേട്ടൻ എൻ്റെ ഫുൾ ചിലവും, എൻ്റെ ഭക്ഷണം അടക്കം ആ ചേട്ടൻ എടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ ചോര പൊട്ടും മാന്തിയിട്ട്, അങ്ങനത്തെ വെള്ളം ഒലിക്കും, ഒരാൾ പുറത്തേക്ക് കാണാൻ പറ്റില്ല. ഈ കൈയൊക്കെ കംപ്ലീറ്റ് റോസ് കളറായിരുന്നു. അങ്ങനെ വിഷമത്തിലിരിക്കുമ്പോഴാണ് ഞങ്ങളിവിടെ വന്ന് 7/9/2024 വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഒക്ടോബർ 7-ാം തീയതിക്ക് 1 മാസം കൊണ്ട് മാതാവ് എൻ്റെ കൈ ഇതിങ്ങനെ അങ്ങോട്ട് ആക്കി. മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. അങ്ങനെ ആ രോഗസൗഖ്യം എനിക്ക് ലഭിച്ചു. കൈ ഇത് ഈ ചുരുണ്ടിട്ട് ഇതിങ്ങനെയായിരുന്നു. 8 വർഷമായിട്ട് ഞാൻ ഈ 2 പേരിലോണ്ട് ടീസ്പൂൺ പിടിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചായിരുന്നു. ഈശോയ്ക്ക് മാതാവിനും കോടാനുകോടി നന്ദിയുണ്ട്. എനിക്ക് ആൾക്കാർ വന്നിട്ട് എന്നെ കാണുമ്പോൾ എനിക്ക് നാണക്കെടാവ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ ഇന്ന് മാതാവും ഈശോയെ ഉയർത്തി. 2ാം ജന്മമാണ് എനിക്കിത്. ഉടമ്പടി വസ്തുക്കൾ ദിവസം ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഉടനെ ഞാൻ ഉപ്പും തേനും തൈലം കൂടിയിട്ട് ഞാൻ കഴിക്കും. അതുപോലെ ചൊറിച്ചിൽ വന്നാൽ ചൊറിഞ്ഞ് ചോരങ്ങോട്ട് ഒലിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഉപ്പ് എടുത്തിട്ടാണ്ട് തേക്കും. തേച്ച് കഴിഞ്ഞൊരു നീറ്റ അത് സഹിക്കാൻ പറ്റില്ല. ഒരിക്കലും ഒരാൾക്ക് ഈ ഒരു അസുഖം വരരുത്. അത്രയ്ക്ക് കഠിനമായിട്ടുള്ള വേദന, ചൊറിച്ചിൽ. തലയിലൊക്കെ മീൻ്റെ ചതമ്പൽ പോലെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഈ ആൾക്കാർ കാണുമ്പോൾ തലയിൽ എന്താ ചെയ്യുക, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ ഞാൻ അത്ര വിഷമത്തിൽ 4 മാസം ഞാൻ കെടുപ്പായി. ആ കെടുപ്പെന്ന് എൻ്റെ ഭർത്താവ്, എൻ്റെ ചേട്ടൻ കൂടിയിട്ട് എന്നെ കുളിപ്പിച്ച് തരിക, ഡ്രസ്സ് മാറി തരിക. അവിടെ നിന്ന് എന്നെ ഉയർത്തിയത് ഇവിടുത്തെ മാതാവാണ്. മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞാലും മാറില്ല. ഇതെൻ്റെ മോൻ, ഇത് മോളുടെ കുട്ടി. അവന് ജനിച്ച മുതലേക്ക് 5 വയസ്സ് വരെ അവന് ശ്വാസം മുട്ടലാണ്. 1 മാസം ഉണ്ടെങ്കിൽ ഞങ്ങൾ 5 ദിവസം ആസ്പത്രിയിലാണ്. 5 ദിവസം അവന് ഇഞ്ചക്ഷൻ അടിച്ച് അങ്ങനെ 5 വയസ്സ് വരെ ആസ്പത്രിയിലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ചു. അവൻ്റെ ശ്വാസം മുട്ട് മാറി. കോടാനുകോടി നന്ദി ഈശോയ്ക്ക് മാതാവിനുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് പറ്റണ പോലെ ഞങ്ങൾ, എൻ്റെ ഭർത്താവ് ജോലിക്ക് പോയി വന്ന 20 രൂപയിലും 30 രൂപയിലും മാതാവിൻ്റെ അടുത്തൊരു ചെപ്പ് കൊണ്ടുവച്ചിട്ടുണ്ട്. ആ ചെപ്പിലിട്ടിട്ട് അതിനൊരു 1000 രൂപയായി. ഞാനത് പത്രം മെഡിക്കൽ കോളേജ് ആസ്പത്രിയിൽ പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു നിവർത്തിയില്ലാത്ത ആൾക്കാർക്ക് ഒരു നേരം ചായക്ക് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ പത്രത്തിനോടൊപ്പം ഒരു 100 രൂപ വെച്ചിട്ട് കൊടുക്കും. കാശ് രൂപം കൊണ്ട് കൊടുക്കും. മാതാവിൻ്റെ തൈലം പരത്തി കൊടുക്കും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു വൃദ്ധസദനുണ്ട്. ഇതുപോലെ ആവണ പൈസ എടുത്തിട്ട് ഞങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കും. അമ്മമാർക്ക് വേണ്ടത് ഞങ്ങൾ ചെയ്ത് കൊടുക്കും. അവർക്ക് എന്തെങ്കിലും വരുമ്പോൾ മേടിച്ച് കൊണ്ടുവരണ്ടേ പറഞ്ഞാൽ അവർ പറയും. അപ്പോൾ അത് ഞങ്ങൾ മേടിച്ച് കൊണ്ട് കൊടുക്കും. അങ്ങനെ ഒരുപാട് രോഗസൗഖ്യം എനിക്ക് ലഭിച്ച്. ഡെയിലി ബ്രെഡ് എന്നും ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും. അതുപോലെ പ്രാർത്ഥന 2 നേരം കറക്റ്റായിട്ടുള്ള പ്രാർത്ഥന, ബൈബിൾ വായിക്കും, കൊന്ത ചൊല്ലും, ജപമാല സമർപ്പിക്കും. എല്ലാം ഞാൻ ഈശോയ്ക്ക് മരണം വരെ ഇനി എൻ്റെ ജീവിത ഉടമ്പടി പ്രകാരം തന്നെ ഞാൻ ജീവിച്ചു തീർക്കും. ഈശോയ്ക്കും മാതാവിനും നന്ദി. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 14-ാം വചനമാണ്.
നമ്മുടെ എല്ലാ സൗഖ്യത്തിൻ്റെ ഉറവിടം ദൈവമാണ്. നീ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ രക്ഷ നമ്മുടെ കഴിവിലല്ല, ഈശോയുടെ കരങ്ങളിലാണ് നമ്മുടെ രക്ഷയെന്ന് നാം ഏറ്റുപറയുകയാണ്. ദൈവകൃപയിൽ ആശ്രയിച്ച് ഉടമ്പടി ജീവിതം കൂടുതൽ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ നയിക്കുമ്പോൾ കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ്. ദൈവ സൗഖ്യമാകുമ്പോൾ മാത്രമേ സൗഖ്യമുള്ളൂ. ദൈവം രക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. പാർവതി എന്ന മകളുടെ സാക്ഷ്യത്തിൽ അടുത്തുള്ള ഒരു വ്യക്തിയിൽ കൂടെയാണ് ഈ മകളുടെ സൗഖ്യവും രക്ഷയ്ക്കുമുള്ള വഴി ഒരുക്കി കൊടുത്തത്. ഈ മകള് 8 വർഷത്തോളം സോറിയാസിസ് എന്ന രോഗത്തിൽ പെട്ട് പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പല ഹോസ്പിറ്റലുകളിൽ പോയി. പക്ഷെങ്കിൽ ഒരു ഫലവും ഉണ്ടായില്ല. തലയിൽ ചെതുമ്പൽ പോലെയും കാലിലും കയ്യിലും ശരീരത്തുമെല്ലാം ചൊറിഞ്ഞ് വെള്ളവും രക്തവും ഒഴുകിക്കൊണ്ടിരുന്ന ആ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും മടിച്ച നിമിഷം 4 മാസത്തോളം മുറിയിൽ കുളിച്ച് അകത്ത് മാത്രം ഇരുന്ന് കഴിഞ്ഞിരുന്ന ഒരു സഹോദരി. പക്ഷെങ്കിൽ ഉടമ്പടിയിലിരുന്ന ഒരു സഹോദരൻ, അയൽപക്കത്തുള്ള ഒരു സഹോദരന് ഒരു പക്ഷേ പ്രാർത്ഥനയിലൂടെ ഈ മകന് കിട്ടിയ ഒരു ഉൾക്കാഴ്ചയാവാം ഈ മകളെ വന്ന് വിസിറ്റ് ചെയ്യാനും ഈ മകളോട് പറഞ്ഞത് മാതാവ് എന്നെ പറഞ്ഞു വിട്ടതാണെന്നാണ്. പക്ഷെങ്കിൽ 2 പ്രാവശ്യം ഈ മകൻ വന്നപ്പോഴും 2 പ്രാവശ്യവും പാർവതി ഒരേ ഉത്തരമാണ് കൊടുത്തത്. 2 പ്രാവശ്യം കുളിച്ച് വിളക്ക് കത്തിക്കുന്ന എനിക്ക് ഈ പ്രാർത്ഥനയൊക്കെ പറ്റുമോ എന്ന്. പക്ഷെങ്കിൽ പിന്നീട് ഈശോയും അമ്മയും തന്നെ ഇടപെടുകയും ഈ മകൻ കൊടുത്ത കൃപാസനം പത്രം വായിക്കുകയും പിന്നീട് പാർവതി തന്നെയാണ് 3ാമത്തെ പ്രാവശ്യം ആ ചേട്ടനെ ഫോൺ വിളിച്ചത് എനിക്ക് കൃപാസനത്തിൽ പോകണമെന്ന്. ഇതാണ് ഒരു പ്രേക്ഷിതൻ്റെ പ്രവർത്തനം. അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീഷ്ണത. ഈ മകൻ ആദ്യം വന്നു, മകൾ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ വിളക്ക് കത്തിക്കുന്ന നാമം ജപിക്കുന്ന സ്ത്രീയാണ്, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന്. വീണ്ടും ആ മകനുള്ള ഉൾപ്രേരണയാൽ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഒരു മകനായിരിക്കാം. ആ മകൻ വീണ്ടും വന്ന് പറഞ്ഞു. അങ്ങനെ ആ കൃപാസനം പത്രത്തിൽ കൂടെ ഈ സഹോദരി ഇവിടെ വരികയാണ്. സഹോദരി വന്നതിന് ശേഷമാണ് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 8 വർഷമുണ്ടായിരുന്ന സോറിയാസിസ് എന്ന അസുഖത്തിൽ നിന്നാണ് ഈ മകള് രോഗസൗഖ്യം കിട്ടി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് വന്നിരിക്കുന്നത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ 8 വർഷമല്ല 8 ദിവസം പരിശുദ്ധ അമ്മ നമുക്കറിയാം സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. ആ 8 വർഷമാണ് ഉടമ്പടി എടുത്ത ഉടനെ 1 മാസം കൊണ്ട് ഈ മകൾക്ക് രോഗസൗഖ്യം നൽകിയത്. അമ്മ കാനായിൽ വെച്ച് അന്ന് ആ കുടുംബത്തിന് ചെയ്ത സഹായം ഇന്നും പരിശുദ്ധ അമ്മ കൃപാസന അമ്മ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നു. നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണീരോടെ അമ്മ വന്ന ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കാര്യവും അമ്മ ഏറ്റെടുക്കുകയാണ്. അങ്ങനെയാണ് 1 മാസം കൊണ്ട് 8 വർഷം നടക്കാതിരുന്ന കാര്യമാണ് 1 മാസം കൊണ്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് പ്രാചീന ഫലമായിട്ട് ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ആ സോറിയാസിസ് വന്ന ആ മുറിവിലേക്ക് രക്തവും വെള്ളവും ഊർന്നു ഒഴുകുന്ന ആ മുറിവിലേക്കാണ് ഈ വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ചത്. വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മകൾക്ക് പൂർണ്ണ സൗഖ്യപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കൊരു വഴികാട്ടിയാകാനായിട്ട് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ആ ചേട്ടൻ, ആ പ്രേക്ഷിതൻ, ആ ശുശ്രൂഷകൻ വന്നു കൊടുത്ത പത്രവും ആ വഴി തെളിച്ചു കൊടുത്ത ആ വഴിയിൽ കൂടെയാണ് ഈ സഹോദരി പാർവതി എന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരികയും രോഗസൗഖ്യം ലഭിക്കുകയും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഓരോ അനുഭവം, ഓരോ ഓപ്പർച്യൂണിറ്റീസ്, ഓരോ ചാൻസുകൾ, ഓരോ അവസരങ്ങൾ പാഴാക്കാതെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടാൻ അവസരങ്ങൾ നോക്കി ദൈവത്തെ മഹത്വപ്പെടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളിൽ കൂടെ മറ്റുള്ളവർക്ക് സൗഖ്യവും രക്ഷയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സൗഖ്യം ദൈവത്തിൽ നിന്നാണ്, രക്ഷയും ദൈവത്തിൽ നിന്നാണ്. നമുക്കും വിശ്വസിച്ചുകൊണ്ട് ആ സൗഖ്യദാതാവിലേക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും രോഗാവസ്ഥകളും എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തതയുടെ ആത്മാർത്ഥതയുടെ മുന്നോട്ട് നയിക്കാം.
പാർവതിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും ഈ കിട്ടിയ രോഗസൗഖ്യത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തിനോട് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.